മലയാളികളുടെ പ്രിയ താരം മോഹൻലാൽ ആദ്യമായി സംവിധാനം നിർവഹിച്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രമാണ് ബറോസ്. വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് അതിനനുസരിച്ച് നീതി പുലർത്താൻ കഴിഞ്ഞോ എന്ന് സംശയമാണ്. ഫാന്റസി പീരീഡ് ജോണറിൽ ഒരുങ്ങിയ സിനിമ പ്രധാനമായും കുട്ടികൾക്കായി ഉള്ളതാണ്. ഇതിനോടകം പുറത്തു വന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കെല്ലാം വലിയ തോതിൽ പ്രേക്ഷക സ്വീകാര്യത സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ചിത്രം റിലീസിന് ശേഷം കിട്ടുന്ന പ്രതികരണങ്ങൾ ബറോസിന് അനുകൂലമല്ല. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത്. ഇപ്പോഴിതാ ചിത്രം US-ൽ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലെ വിവരങ്ങൾ സംവിധായകൻ മോഹൻലാൽ പുറത്തുവിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം 8.38 കോടി രൂപ ഇന്ത്യയിൽ ആകെ നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റിലീസായി 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചിത്രത്തിന് കളക്ഷനിൽ വലിയ പുരോഗതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സാഗ്നേലിനെ ഉദ്ധരിച്ച് ടൈംസ് എന്റർടൈൻമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ സാങ്കേതിക മികവിൽ എത്തിയ ചിത്രമായിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാൻ ആയിട്ടില്ല. എന്നാൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒരു കളക്ഷൻ സൃഷ്ടിക്കാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആയിട്ടുണ്ട്. എന്നാൽ വിചാരിച്ച കളക്ഷൻ ലഭിക്കുന്നതുമില്ല. അപ്പോഴാണ് ചിത്രത്തിന്റെ US റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തുന്നതും. US-ൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബറോസ്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടി രൂപയിൽ മുകളിൽ നേടിയിരുന്നു ബറോസ് എന്ന ഈ ചിത്രം. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ വീക്കെൻഡ് കഴിയുമ്പോൾ ഏതാണ്ട് 8.82 കോടിയാണ് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ് 8.82 കോടി. ആദ്യ ദിനം 3.51 കോടി നേടിയ ചിത്രം രണ്ടാം ദിവസം 1.66 കോടിയും, മൂന്നാം ദിവസം 1.17 കോടിയും, നാലാം ദിവസം 1.18 കോടിയും, അഞ്ചാം ദിവസം 1.30 കോടിയും നേടിയിട്ടുണ്ട്. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം വീക്കെൻഡിൽ 8.82 കോടിയാണ് നേടിയത്. വലിയൊരു കളക്ഷൻ ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടില്ല എന്നീ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ചിത്രം വേൾഡ് വൈഡിൽ 14.5 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ചിത്രത്തിന്റെ സമ്മിശ്ര പ്രതികരണങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷനിലും ബാധിച്ചിരിക്കുന്നത്. എന്തായാലും മോഹൻലാലിന്റെ മികച്ച സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മോഹൻലാലിന്റെ ആരാധകർ ഇപ്പോഴും. ഇനി വരുന്ന വർഷത്തിൽ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഇനിയൊരു 30 ദിവസം കൂടി കാത്തിരിക്കാൻ അവർ തയ്യാറാണ്. കാരണം തുടരും എന്ന ചിത്രം ജനുവരിയിൽ 30 ദിവസത്തിന് ശേഷം വരാൻ പോവുകയാണ്. അതിന്റെ കൗണ്ട് ഡൗണും നോക്കിയിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ. ആ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലും എത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ എത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നു. ഉടൻ തന്നെ ഒരു അപ്ഡേറ്റ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് തുടരുമെന്ന ചിത്രവുമായി ബന്ധപ്പെട്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം എത്തിയിട്ടുണ്ട്. പ്രമുഖ നിരൂപകർ പോലും പറയുന്നുണ്ട് മോഹൻലാലിന്റെ വരാൻ പോകുന്ന തുടരും, എമ്പുരാൻ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് എന്ന്. ബറോസ് എന്ന ചിത്രത്തിനെ മികച്ച രീതിയിൽ വിലയിരുത്തുന്ന പലരും ആദ്യ ദിവസത്തിന് ശേഷം വരികയുണ്ടായി. ആദ്യ ദിവസം വലിയ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ചിത്രത്തിന് വന്നപ്പോൾ പിന്നീട് പല പ്രേക്ഷകരും ഈ അഭിപ്രായങ്ങളെയൊക്കെ മാറ്റി നിർത്തി നേരിട്ട് കണ്ടു തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററുകളിൽ എത്തുകയും മികച്ച അഭിപ്രായങ്ങൾ വരികയും ചെയ്തു എന്നതും കൗതുകമാണ്. പിന്നീട് ചില ഗംഭീര അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയുണ്ടായി. കണ്ട പ്രേക്ഷകർ അങ്ങനെ മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പല സംഭവങ്ങളെക്കുറിച്ചും അവർ എടുത്തു തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ബറോസിന്റെ മികച്ച വിഷ്വൽ ക്വാളിറ്റിയും മികച്ച 3Dയും മികച്ച CGയും ഒക്കെ അവർ എടുത്തു പറയുന്നുണ്ട്. മോഹൻലാലിന്റെ സംവിധാനത്തെയും അവർ മികച്ചതായി തന്നെയാണ് കാണുന്നത്. കാരണം ഇത്രയും പാടുള്ള ഒരു സിനിമ എടുക്കുക എന്നത് വലിയ കാര്യം തന്നെയെന്ന് അവർ പറയുകയാണ്. ഒരു 3D സിനിമ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് തന്നെയാണ് അവർ എടുത്തു പറഞ്ഞതും. കൂടാതെ മോഹൻലാലിന്റെ ബറോസ് എന്ന കഥാപാത്രത്തിനൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആനിമേറ്റഡ് കഥാപാത്രമായിരുന്നു ഗൂഡു. ഇതിന് മികച്ച അഭിപ്രായം നേടിയുണ്ടായി. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ മുഴുനീള ആനിമേറ്റഡ് ക്യാരക്ടർ നായകനൊപ്പം വരുന്നതെന്ന് പറയുകയാണ് മോഹൻലാലും. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കഥാപാത്രം ഇല്ലെന്നും അദൃശ്യനായ ഒരാളെ മനസ്സിൽ കണ്ടാണ് അഭിനയിച്ചതെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മുഴുനീള ആനിമേറ്റഡ് ക്യാരക്ടർ കേന്ദ്ര കഥാപാത്രത്തിനൊപ്പം സിനിമയിൽ വരുന്നത്. ഗൂഡു എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല. അദൃശ്യനായ ഒരാളെ മനസ്സിൽ കണ്ടുവേണം നമ്മൾ അഭിനയിക്കാൻ. പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഈ ആനിമേറ്റഡ് കഥാപാത്രത്തെ സിനിമയിൽ പ്ലേസ് ചെയ്യുകയായിരുന്നു. വലിയൊരു ടീം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു അണ്ടർ വാട്ടർ സോങ് ചെയ്യാൻ. 6 ആഴ്ച കൊണ്ടാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. 2000-3000 മെഷീനുകളാണ് ഉപയോഗിച്ചത്. മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ. അത്രയ്ക്ക് വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പോലും ബറോസിനായി മോഹൻലാൽ നടത്തിയിട്ടുണ്ട്.